നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈവിരലിന് ചികിത്സ തേടിയെത്തിയ 4 വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന കുട്ടിയുടെ മാതാവ്. മറ്റൊരു കുട്ടിക്കും ഈ ഗതി വരരുത്. നിയമപരമായി മുന്നോട്ടു പോകും, മാതാവ് മാധ്യമങ്ങളോടായി പറഞ്ഞു. കുട്ടിയുടെ ഇടത് കൈയിലെ 6ാമത്തെ വിരൽ നീക്കം ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അതനുസരിച്ചാണ് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശികളായ ദമ്പതികൾ മകളുമായി ആശുപത്രിയിലെത്തിയത്. പക്ഷേ നാവിന്റെ കെട്ട് മാറ്റാനാണ് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്തത്. ഇത്തരം ശസ്ത്രക്രിയകൾക്കായി വേറെയും കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇവരിൽ ഒരാളായി തെറ്റിദ്ധരിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ വായിൽ പഞ്ഞി തിരികിയിരുന്നത് കണ്ടപ്പോഴാണ് മാതാപിതാക്കൾ പരിശോധിച്ചത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പിന്നീട് വിരലിലും ശസ്ത്രക്രിയ നടത്തി. പിഴവിനെ തുടർന്ന് ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തു. നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്ന് മാതാവ് പറഞ്ഞു. വിരൽ മുറിക്കാനാണ് പോയത്, നാവാണ് മുറിച്ചത്. അബദ്ധം പറ്റിയതാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കുട്ടിയുടെ നാവിൽ നിന്ന് ചോര ഒലിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അബദ്ധം പറ്റിയതാണെന്ന് ഡോക്ടർ പറയുന്നത്. അബദ്ധം പറ്റിയതാണെന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് തന്നു. ഓപ്പറേഷൻ ചെയ്തതിനു ശേഷമാണ് ഡോക്ടറുടെ ശ്രദ്ധയിലും പെട്ടത്. മാതാവ് പറയുന്നു, ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിയമപരമായി പോരാടും. ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ കാരണമാണ് കുട്ടിക്ക് അങ്ങനെ പറ്റിയത്. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നിട്ടില്ല. കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാവിന് ചെറിയ വേദനയുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുട്ടിക്ക് നാവിന് പ്രശ്നമുണ്ടായിരുന്നില്ല, നന്നായി സംസാരിച്ചിരുന്നു. നാവിന് പ്രശ്നമുള്ളതായും ശസ്ത്രക്രിയ നടത്തുന്നതായും ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത്, കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.